Hello students, welcome to SMUG Spark. എൻ്റെ പേര് സാലിം മുബാറക്. ഞാൻ ജൂനിയർ എഞ്ചിനീയർ ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സദേൺ റെയിൽവേയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ RRB JEE ഓൺലൈൻ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 30-ാം തീയതി മുതൽ 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി വരെ ഉണ്ട് അതിൻ്റെ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പ്രിയോറിറ്റി ഓർഡർ കൊടുക്കുന്നത്. സാധാരണ ലാസ്റ്റ് ടൈമിലും പലർക്കും സംഭവിച്ചതാണ് ആ പ്രിയോറിറ്റി ഓർഡർ. ഈ പ്രിയോറിറ്റി ഓർഡർ എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും റെയിൽവേയെക്കുറിച്ചോ അതിൻ്റെ ഡ്യൂട്ടി നാച്ചറിനെ കുറിച്ച് അറിയാത്തവരെന്താ ചെയ്യുക, കൂടുതൽ നമ്മൾ വേക്കൻസി എവിടെ കൂടുതലുണ്ടോ അതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കരുത്. നമ്മൾ വേക്കൻസി എല്ലാ ഓപ്ഷനും കൊടുക്കണം, പക്ഷേ വേക്കൻസി നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും പ്രിയോറിറ്റി 1-ാം സ്ഥാനം കൊടുക്കരുത്. നമുക്ക് ആ ഡ്യൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിനനുസരിച്ചായിരിക്കണം പ്രിയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ പ്രിയോറിറ്റി ഓർഡർ പറയുമ്പോൾ കോമൺ ആയിട്ട് ഒരു പാറ്റേൺ ഇല്ല. നമ്മൾ ഇന്ന് 1-ാമത് ഇത് കൊടുക്കണം, 2-ാമത് ഇത് കൊടുക്കണം, അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളുണ്ട്, ആ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇലക്ട്രിക്കലിലെ മെയിൻ പോസ്റ്റുകൾ, ഇലക്ട്രിക്കൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. മെക്കാനിക്കൽ പോസ്റ്റിലും ഇലക്ട്രിക്കൽക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ മെക്കാനിക്കൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ മെയിനായിട്ട് പറഞ്ഞാൽ ഇലക്ട്രിക്കലിലെ മെയിനായിട്ട് വരുന്ന പോസ്റ്റുകളുടെ ഡ്യൂട്ടി നാച്ചറാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് അതിൻ്റെ ലീവ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ് വരിക, 24 hours ആണോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എങ്ങനെ കിട്ടുക, ജസ്റ്റ് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പ്രിയോറിറ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ 3-ാമത്തെ പോസ്റ്റ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഈ 3-ാമത്തെ പോസ്റ്റ് വന്നാൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ വരുന്നത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ ഡ്രോയിങ് എന്ന് പറയുന്ന പോസ്റ്റുകൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഈ ഡിസൈൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓഫീസ് വർക്കാണ് ഉണ്ടാകുക. ജൂനിയർ എഞ്ചിനീയറിന് തന്നെ ഓഫീസ് വർക്കാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് സംബന്ധമായി നമ്മളൊരു റെയിൽവേയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പൊതുവായിട്ട് കോൺട്രാക്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ കോൺട്രാക്ടർ അലോട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ നടക്കും. ഇത് മെയിനായിട്ട് നടക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഇപ്പോൾ ചെന്നൈയിലാണ്, ചെന്നൈ വരും, സേലം വരും, ഈറോഡ്, നമ്മൾ ഓരോ ചെന്നൈ ഡിവിഷൻ ചെന്നൈയിൽ വരും, അതുപോലെ തന്നെ സേലത്ത് വരും, മധുരൈ, അങ്ങനെ ഓരോ ഡിവിഷൻ ഓഫീസിലാണ് ഈ ഒരു പോസ്റ്റിനുള്ള ആളുണ്ടാകുക. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് നമ്മൾ ഇലക്ട്രിക്കൽ പറയുകയാണെങ്കിൽ ഡിവിഷൻ ഓഫീസിൽ മാത്രമാണ് ഉണ്ടാകുക ഈ ഡിസൈൻ ഡ്രോയിങ്ങിൻ്റെ പോസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കും. അതായത് ഓഫീസ് ഡ്യൂട്ടി ആകുമ്പോൾ തന്നെ സാറ്റർഡേ സൺഡേ നോർമലി വർക്ക് ഉണ്ടാവില്ല. 10 to 6 or 7 വരെ ഡ്യൂട്ടി നീളും. ഓക്കെ, പിന്നെ എന്നാൽ നമ്മൾ ട്രാൻസ്ഫറിൻ്റെ ചാൻസ് ബാക്കിയുള്ള ബാക്കിയുള്ള വെച്ചാൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നമ്മൾ ഓഫീസ് ഡ്യൂട്ടി പറയും, രണ്ടാമത് ഓപ്പൺ ലൈൻ വരും, അതായത് ഫീൽഡ് വർക്ക്. ഫീൽഡ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ട്രാൻസ്ഫർ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡിസൈൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, പ്രൊഡക്ഷൻ എവിടെ ആയാലും പ്രൊഡക്ഷൻ യൂണിറ്റിലായാലും ഇലക്ട്രിക്കലുമായി സംബന്ധിച്ച് ഓഫീസ് വർക്കാണ് ഉണ്ടാകാം. ഓഫീസ് വർക്ക് നിങ്ങൾ ഡ്രോയിങ് വരയ്ക്കണം എന്നല്ല, ഓൾറെഡി നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് ഒക്കെ എല്ലാം കോൺട്രാക്ട് വർക്കായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യുക, അതനുസരിച്ച് മെറ്റീരിയൽ ഇൻറ്റൻറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങളിലാണ് വരിക ഈ ഒരു ഡിസൈൻ ഡ്രോയിങ്. രണ്ടാമത് ജനറൽ സർവീസാണ്. ഓക്കെ, ഈ ജനറൽ സർവീസിൽ തന്നെ 3 പാർട്സ് ഉണ്ട്. ജനറൽ സർവീസിൽ പവർ വിങ് ഉണ്ട്, അതുപോലെ തന്നെ TLD വരും, ട്രെയിൻ ലൈറ്റനിങ് വരും, അതായത് രണ്ടാമത് വരും, മൂന്നാമത് വരുന്നത് AC വരും. ഓക്കെ, പവർ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ വിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൈനായിട്ട് നമ്മൾ ഫീൽഡിലുണ്ടാകുക. നമുക്ക് നോർമലി വരിക സൺഡേ മാത്രമാണ് എന്തുണ്ടാകുക, ലീവ് ഉണ്ടാകുക. ബാക്കി മൺഡേ ടു സാറ്റർഡേ വരെ ഡ്യൂട്ടി ആയിരിക്കും. അതുപോലെ തന്നെ 24 hours ആയിരിക്കും ഈ ഡ്യൂട്ടി. വെച്ചാൽ 24 hours നമ്മൾ നോർമലി 8 to 5 ഉണ്ടാവും. ബാക്കി എന്ത് സമയത്ത് എന്ത് ഫെയിലിയർ ഉണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആണ് സൈറ്റിൽ. ഒരു 1 hourക്കുള്ള നമ്മൾ സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് അവൈലബിൾ ആണ്. ഈ ഒരു ഡ്യൂട്ടി നാച്ചർ അതാണ്. നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ടാകും. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ പവർ വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ സർവീസ് ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ, അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ സിഗ്നൽ ബിൽഡിങ്ങുകൾ, നമ്മൾ സ്റ്റേഷൻ്റെ അടുത്ത് സിഗ്നൽ ബിൽഡിങ്ങുകൾ കാണും. ഇതിൻ്റെ ഒക്കെ ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പം മെയിൻ സ്റ്റേഷൻ ആണെങ്കിൽ ആ മെയിൻ സ്റ്റേഷനിൽ ഒരു 11 kV സബ്സ്റ്റേഷൻ ഉണ്ടാകും.
അപ്പോൾ അതിലെ ട്രാൻസ്ഫോമർ, അതിൽ വരുന്ന ACB ഉണ്ടെങ്കിൽ ACB അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ, ആ 11 kV മുതൽ ആ മെയിൻ്റനൻസ്, അത് മെയിൻ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ LT കണക്ഷൻ ഉണ്ടാവും, ചെറിയ കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ HT മെയിൻ സ്റ്റേഷനിൽ HT ഉണ്ടാവും, അല്ലാതെ LT കണക്ഷൻ ഉണ്ടാവും. ചെറിയ ബിൽഡിങ്ങിൽ 3 phase ആയി തന്നെ ചെറിയ കണക്ഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ മെയിൻ്റനൻസ്, അതിലുള്ള ഇലക്ട്രിക്കൽ ലൈറ്റ്, മെയിനായിട്ട് ലൈറ്റ്, ഫാന്, അതൊക്കെ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ AC, ഇതൊക്കെ ഇതിൽ വരും. ഈ മെയിൻ്റനൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മളെ കൺട്രോളിലാണ് വരാം. അപ്പോൾ നമ്മൾ ഒരാൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേഷനിലുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു 10 സ്റ്റേഷൻ വരെ, ഡിപ്പെൻസ് ഓൺ ദ ഏരിയ അനുസരിച്ച് ഒരു 10 സ്റ്റേഷൻ ആ ഒരു ആൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഒരു ആണ്, കൂടെ ചിലപ്പം SS സീനിയർ എഞ്ചിനീയറിൻ്റെ 2 പേരുണ്ടാവും മിനിമം ഒരു സെക്ഷനിൽ വരുന്നേരം. അപ്പോൾ നമ്മൾ ടോട്ടൽ നമുക്ക് സ്റ്റാഫിനെ വെച്ചിട്ട് ആ സ്റ്റേഷനിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫെയിലറൊക്കെ അറ്റൻഡ് ചെയ്യുക. മെയിനായിട്ട് സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നമ്മൾ ഫെയിലർ വെച്ചാൽ എസെൻഷ്യൽ സപ്ലൈകൾ നമ്മൾ എന്ത് ചെയ്ത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സപ്ലൈ കൊടുക്കണം. എസെൻഷ്യൽ പ്രോബ്ലം ഇല്ലാതെ, അതായത് ജനറേറ്റർ ഉണ്ടാവും, ട്രാൻസ്ഫർ മെയിൻ സപ്ലൈ പോയി കഴിഞ്ഞാൽ DG വർക്ക് ചെയ്യണം, അതിൻ്റെ ഓട്ടോമേഷൻ സിസ്റ്റം എല്ലാം നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇതിൽ പവർ വരുന്നത്. അതുപോലെ തന്നെ ഈ TLD AC ട്രെയിൻ ലൈറ്റിനാണ്. ഇതൊന്ന് യാർഡിലുണ്ടാകും. നമ്മൾ ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈ ആണെങ്കിൽ അതിൻ്റെ ബേസിൻ ബ്രിഡ്ജ് യാർഡിൽ, അതുപോലെ തന്നെ ഓരോ ഡിവിഷനിലും അവിടെ യാർഡുകളുണ്ട്. ട്രെയിൻ വന്ന് നിർത്തി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിൽ മൊത്തം ട്രെയിനിലെ ലൈറ്റിനിങ് ചെക്ക് ചെയ്യുക, എല്ലാ ലൈറ്റും വർക്ക് ചെയ്യും ചെക്ക് ചെയ്യുക. അത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്ത് വിടണം. സ്റ്റാഫ് ഉണ്ടാകും, നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് ചെക്ക് ചെയ്ത് വിടണം. ആ ട്രെയിൻ പോയി വരുന്നത് വരെ അതിനുള്ളിൽ റെസ്പോൺസിബിൾ നമ്മൾക്കായി ഉണ്ടാകുക. നമ്മൾ സ്റ്റാഫിനെ അയക്കും, സ്റ്റാഫിനോട് ചെക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഈ ട്രെയിൻ ലൈറ്റിങ്. അതുപോലെ തന്നെ AC എന്ന് പറഞ്ഞാൽ ആ AC വേറെ തന്നെയാണ് വരിക. AC മൊത്തം ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതിൽ മൊത്തം AC കൂളിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വർക്കിംഗ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യാർഡിൽ മാത്രമേ ഉണ്ടാവും. നമുക്ക് ഈ ഒരു പവർ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പോ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരുപാട്, ഇപ്പം ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ അടുത്ത് ഓരോരോ സെക്ഷനിൽ ഇത്ര സ്റ്റേഷനിൽ നമ്മൾ സെക്ഷനായി തിരിച്ചിട്ട് കുറേ ഡിപ്പോകളുണ്ടാവും. ആ ഡിപ്പോക്ക് ഓരോ ആളെ വെക്കും. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ വരും, പാലക്കാട് വരും, കോഴിക്കോട് വരും, അങ്ങനെ മാറി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ പവർ വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ഫീൽഡിലാണ് ഉണ്ടാകുക. ഓക്കെ, ഇതാകുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണ്. നമ്മൾ പവർ വിങ് നമ്മൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറേ സ്റ്റേഷനിൽ പോകും, കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ബോറടിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ പല സ്റ്റേഷനിൽ വിസിറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി മൈൻഡ് ഫ്രീ. പക്ഷേ നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഈ ടെൻഷൻ കാര്യങ്ങളുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സപ്ലൈ ഫെയിലിയർ ഒക്കെ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഓപ്പൺ ലൈനിൽ വരുന്നത് ഈ ജനറൽ സർവീസാണ്. നമ്മൾ പൊതുവേ പറയുമ്പോൾ ഓപ്പൺ ലൈനിൽ കുറച്ചുകൂടി ഒരു വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി നോർമലി ഈ പവർ വിങ്ങിൽ ഉണ്ടാവില്ല. പവർ വിങ്ങിൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, നൈറ്റ് ഡ്യൂട്ടി വരില്ല. പക്ഷേ ട്രെയിൻ ലൈറ്റിലെങ്കിലും AC-യിലൊക്കെ 24 ഡ്യൂട്ടിയിൽ ഷിഫ്റ്റ് വരും. 3 ഷിഫ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. രാത്രിയോ പകലോ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ഷിഫ്റ്റ് ഡ്യൂട്ടി വരും ഈ ട്രെയിൻ ലൈറ്റിംഗ് AC-യിൽ. പക്ഷേ പവറിൽ നിന്ന് നോർമലി ഷിഫ്റ്റ് ഡ്യൂട്ടി വരില്ല. കാരണം വെച്ചാൽ നമുക്ക് ഡേ ടൈമിൽ മാത്രമല്ല, രാത്രി നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ആളെ വെച്ചാൽ മതി. ഓക്കെ, ജനറൽ സർവീസിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ വരുന്നത് ട്രെയിൻ ലൈറ്റ് പറഞ്ഞു, AC പറഞ്ഞു. അതിലെ 3ഉം ഏതാണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. മൊത്തമായി ജനറൽ സർവീസിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൽ നമ്മൾ ഇത്ര ആൾക്കാരെ പവറിലേക്ക്, ഇത്ര ആൾക്കാരെ ട്രെയിൻ ലൈറ്റിലേക്ക്, ഇത്ര ആൾക്കാരെ AC ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നതാണ് EMU ആൻഡ് TRS എന്ന് പറയുന്നത്. ഇത് രണ്ടും ഷെഡാണ്. ഇതാണ് നമ്മൾ ലോക്കോ ഷെഡ് ഉള്ള സ്ഥലത്ത് മാത്രം ട്രാക്ഷൻ റോളിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്, ഇതെല്ലാം നമ്മൾ ഇതെന്ന് വെച്ചാൽ യൂണിറ്റ് ട്രെയിനുകൾ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും. ഈ ഇയർലി ഓവർ ഹോളിംഗ് അല്ലെങ്കിൽ 3 ഇയർ കൂടെ ഓവർ ഹോളിംഗ് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ള എഞ്ചിൻ, അവിടെ കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ വന്ന് ഇത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ മൊത്തം അറേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഒരു ലോക്കോ വന്നു കഴിഞ്ഞാൽ ആ ലോക്കോ ഷെഡിൽ മൊത്തം അതിൻ്റെ മോട്ടറൊക്കെ റിപ്പയർ ചെയ്ത് എല്ലാം മെയിൻ്റെനൻസ് ചെയ്ത്. ഇത് ലോക്കോ ഷെഡിലുണ്ടാകുക. നമ്മളിപ്പം ചെന്നൈയിലങ്ങനെ അരക്കോണം ലോക്കോ ഷെഡ്, സേലം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ലോക്കോ ഷെഡ് ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവും. ആ ലോക്കോ ഷെഡ് ഇട്ട് ലോക്കോ ഷെഡ് മാത്രമേ ട്രാൻസ്ഫർ കിട്ടൂ. ഓക്കെ, ട്രാൻസ്ഫറിന് ചാൻസ് വളരെ കുറവുള്ളതാണ് ഈ ഇതെന്ന് വെച്ചാൽ. പിന്നെ വെച്ചാൽ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആ ട്രെയിനിൻ്റെ മൊത്തം റെഡിയാക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പുറത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് പ്രഷർ, നമ്മൾ സീനിയർ ലെവലിൽ നിന്ന് പ്രഷർ വരും. എന്ന് വെച്ചാൽ കുറച്ച് പ്രഷറുള്ള വർക്കായിരിക്കും. നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് വിടണം. ആ ഒരു ഡ്യൂട്ടി ടൈമിൽ മാത്രമേ ആ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി കോളൊന്നും വരില്ല. പക്ഷേ നമ്മൾ നേരത്തെ ജനറൽ സർവീസിൽ നമുക്ക് പവർ വിങ് ഒക്കെ 24 hours നമുക്ക് കോൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ഫെയിലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിലാകുമ്പോൾ ആ ഡ്യൂട്ടി ടൈമിലാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും വരും. ഓക്കെ, ഇതാണ് EME ആൻഡ് TRS എന്ന് പറയുന്നത്. ഷെഡാണ്, 2 ഷെഡാണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്. ഇത് വന്നാൽ ഹെഡ് ഓഫീസിലെ പോസ്റ്റാണ് വരുന്നത്.
റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ നമ്മൾ അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഹെഡ് ഓഫീസിൽ ഡ്രോയിങ്ങുമായി ഇത് ഓരോ ഡിസൈൻ ചെയ്യുന്ന ഓരോ ബിൽഡിങ്ങിന് ഡിസൈൻ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് സാധാരണ രീതിയിൽ അങ്ങനെ വരാറില്ല. നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്ത് ചെക്ക് ചെയ്യുക, അതിനെ ക്രോസ് ചെക്ക് ചെയ്യുക, അതിനെ നമ്മൾ എവിടെയാണ് ഇൻസ്റ്റാളേഷൻ അവരുമായി ഡിസ്കസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ് എന്ത് ജൂനിയർ ഡിസൈൻ എന്നതിൽ വരിക. പിന്നെ വരുന്നത് TRD എന്ന ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. OH ഓവർഹെഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ PSI പവർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ. അതായത് നമുക്ക് നമ്മൾ ട്രാക്കിൽ കാണുന്ന ഓവർഹെഡ് ലൈൻ 25 kVA ഓവർഹെഡ് ലൈനിൻ്റെ അതിനെ ആ 25 kVA കൺവേർട്ട് ചെയ്യുന്ന സബ്സ്റ്റേഷൻ ഉണ്ടാവും. ആ സബ്സ്റ്റേഷനാണ് PSI. ഇപ്പോൾ 2 മെർജ് ആയിട്ടുണ്ട്. ഇപ്പം രണ്ടും ഒരാൾ തന്നെ നോക്കേണ്ട രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റും PSI മെർജ് ആയിട്ടുണ്ട്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്കിൻ്റെ മുകളിൽ കൂടെ കാണുന്ന ലൈനുകൾ അല്ലേ, ആ ലൈനുകളുടെ മെയിൻ്റനൻസ്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വരും, 24 നമ്മൾ ഷിഫ്റ്റിൽ പോകേണ്ടി വരും. ആഴ്ചയിൽ 3-4 ദിവസം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഷിഫ്റ്റിൽ ഡ്യൂട്ടി പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇതിലും നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വേണ്ടി വരും, വെച്ചാൽ നൈറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലും ഇതിലും നൈറ്റിൽ വർക്ക്, ഇതിൽ പവറിൽ മാത്രം നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് വരില്ല, ബാക്കിയുള്ളതിലൊക്കെ ഷിഫ്റ്റ് വരും. TRDയിലാണെങ്കിലും എന്ത് ചെയ്യും, നൈറ്റ് ഷിഫ്റ്റ് വരും. ഡേ ടൈം വരും, നൈറ്റ് വരും. നമുക്ക് ഫെയിലിയർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രാക്കിലെ ലൈൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഒരു 1 hourക്കുള്ള നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ടവർ വാഗൺ, അതായത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി ടവർ വാഗൺ ഉണ്ടാവും, അതെടുത്ത് സ്പോട്ടിൽ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. നമ്മൾ കഴിഞ്ഞാൽ സ്റ്റാഫ് ഉണ്ടാവും, നമ്മൾ സൂപ്പർവൈസർ പോയിട്ട് സൈറ്റിൽ പോയിട്ട് എന്താ പ്രശ്നം, അതുപോലെ എന്തെങ്കിലും ട്രിപ്പായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വെച്ചാൽ ഇതെല്ലാം ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടും. ഈ TRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന. അപ്പോൾ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യണം. ഓക്കെ, ട്രെയിൻ മൂവ് ചെയ്യുന്ന ട്രെയിൻ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഈ സബ്സ്റ്റേഷനിൽ എന്തെങ്കിലും സപ്ലൈ പ്രശ്നമായിട്ട് 25 kV ഓവർഹെഡ് വരുന്നില്ല, ട്രെയിൻ സ്റ്റോപ്പായി. ഇപ്പം ഓൾമോസ്റ്റ് ലോക്കോ എഞ്ചിനാണ് വരുന്നത്, ഡീസൽ ഷെഡ് വരുന്നില്ല. അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പായി, നമ്മൾ എന്ത് ചെയ്യണം, ആ സൈറ്റിൽ പോകേണ്ടി വരും. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി. അതുപോലെ തന്നെ കേബിൾ കാറ്റിനറി, നമ്മൾ ഓൾഡ് കാറ്റിനറി വയർ ഏതെങ്കിലും കട്ടായി കഴിഞ്ഞാൽ, ഓവർഹെഡ് വയർ കട്ടായി കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പാൻറ്റോഗ്രാഫ് ഇതിൽ കൂടുകയും ഇതിലെന്ത് ചെയ്യാം, ഇതിൽ ബ്ലോക്കായി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ടൈമിൽ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റൂട്ട് മൊത്തം ട്രെയിൻ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് വളരെ സെൻസേഷണൽ പോസ്റ്റാണ്. നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ അവിടുത്തെ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നൈറ്റിൽ പോകണം. ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ കിട്ടാൻ രാത്രിയാണ് നോർമലി ബ്ലോക്ക് കിട്ടുക, നമുക്ക് പെർമിഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് നടത്തുന്നത്, അപ്പോൾ നമ്മൾ രാത്രി 1 മണി 2 മണിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ബ്ലോക്ക് കിട്ടിയിട്ട് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നൈറ്റ് ഒരു വർക്ക് വരും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടാൻ നമുക്ക് എല്ലായിടത്തുള്ളത് കൊണ്ട് ട്രാൻസ്ഫർ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് TRD എന്ന് പറഞ്ഞത്. ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നല്ല. നമ്മളിപ്പോൾ ചെന്നൈ ഡിവിഷനിൽ കൊടുത്താണെങ്കിൽ പാലക്കാട് കിട്ടണമെങ്കിൽ ചാൻസ് ഉണ്ട്, കാരണം അവിടെ എല്ലായിടത്തും ഉണ്ട്, അവിടെ വേക്കൻസി ഉണ്ട്, നമുക്ക് കിട്ടും. അതിൽ ഡിസൈൻ ഡ്രോയിങ് പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, നമ്മൾ കുറേ എല്ലാ സ്റ്റേഷനിലും ഒരു 10 സ്റ്റേഷൻ കൂടുമ്പോൾ ഒരു സെക്ഷൻ എഞ്ചിനീയർ ഓഫീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഈ JE SSC പോസ്റ്റിലേക്ക് കൊണ്ട് ട്രാൻസ്ഫറിൻ്റെ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് TRD എന്ന് പറയുമ്പോൾ വളരെ സെൻസേഷണൽ പോസ്റ്റാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടി വരും, നൈറ്റ് ഡ്യൂട്ടി എല്ലാം വരും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ ഉണ്ടാകും, നമ്മൾ ഒരാൾ മാത്രമല്ല 3-4 പേരുണ്ടാവും, അതിനനുസരിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ വരുന്നത് ഇലക്ട്രിക്കലിൻ്റെ വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരമ്പൂർ വർക്ക്ഷോപ്പ്, കുറേ വർക്ക്ഷോപ്പുകളുണ്ട്. ട്രെയിനിൻ്റെ ബോഗികൾ ഉണ്ടാകുന്ന സ്ഥലം, അതിലെ ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെ ആജീവനാന്തം നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഉണ്ടാകുക. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ നോക്കണം, നമ്മൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ. പിന്നെ നോർമലി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത്ര പ്രശ്നം ഉണ്ടാവില്ല. വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതിന് രാത്രി കോൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നൈറ്റിൽ എപ്പോഴും കോൾ വരും. ഇതിലും ജനറൽ സർവീസിൽ തന്നെ നൈറ്റിൽ എപ്പോഴും ഈ ഒരു പവർ വിങ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഫെയിലിയർ, അതുപോലെ പ്ലാറ്റ്ഫോമിൽ ലൈറ്റ് കത്തുന്നില്ല, നമ്മളവിടെ പോകേണ്ടി വരും. നമ്മൾ സ്റ്റാഫിനെ അയക്കേണ്ടി വരും. അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ സപ്ലൈ വരുന്നില്ല, സ്റ്റാഫിനെ അയക്കേണ്ടി വരും. അത് ക്ലിയർ ചെയ്യുന്നവരെ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ഇലക്ട്രിക്കൽ വരുന്നത്. ബാക്കി വരുന്നത് സിവിലാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന സമയത്ത് ഈ ട്രാക്ക് മെഷീൻ വരുന്നുണ്ട്. ഇതിലും നമുക്ക് ഇലക്ട്രിക്കൽ പറ്റുന്നുണ്ട്. ഓക്കെ, ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്ക് ക്ലിയർ ചെയ്യുന്ന, അതെന്ന് വെച്ചാൽ ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്, പക്ഷേ അത് ഇലക്ട്രിക്കൽക്കും ഉണ്ട്. പക്ഷേ നമുക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങളൊന്നുമില്ല. ട്രാക്കിൽ പോയിട്ട് ട്രാക്കിലെ സ്ലീപ്പർ വെക്കുന്നുണ്ടല്ലോ, നമ്മൾ ട്രാക്കിൻ്റെ അടിയിൽ സ്ലീപ്പർ, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അങ്ങനത്തെ ഓരോ ട്രാക്ക് മെഷീനുമായി ബന്ധപ്പെട്ട വെച്ചാൽ ഫീൽഡിലേക്ക് ഉണ്ടാകുക. നൈറ്റ് മെയിനായിട്ട് ഈ ട്രാക്കുമായി ബന്ധപ്പെട്ട വർക്കുകൾ കൂടുതലും നൈറ്റിലാണ് വരിക. കാരണം വെച്ചാൽ നമുക്ക് ആ സമയത്ത് മാത്രമേ പെർമിഷൻ കിട്ടും.
മോസ്റ്റ്ലി നൈറ്റ് ഡ്യൂട്ടി ആയി വരും. ആഴ്ചയിൽ 3-4 ദിവസം എന്തായാലും നൈറ്റ് ഡ്യൂട്ടി വരും. നമുക്ക് അതിൻ്റേതായ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഒക്കെ കിട്ടും. പക്ഷേ എന്ന് കഴിഞ്ഞാലും നൈറ്റ് ഡ്യൂട്ടി നൈറ്റിലാണ് കൂടുതൽ വരിക. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിൻ കാരേജ് ആൻഡ് വാഗൺ, ഇതിലും ഇലക്ട്രിക്കൽ പറ്റുന്നത്. കാരേജ് ആൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സിൻ്റെ യാർഡുകൾ ഉണ്ടാവും. യാർഡുകളിൽ ഗുഡ്സ് വരുന്ന ഗുഡ്സിൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സിക്ക് ലൈനുകൾ ഉണ്ടാവും. സിക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിട്ട് അതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് ചെയ്തു പോകുന്ന സിക്ക് ലൈനുകൾ ഉണ്ടാവും. അവിടെയൊക്കെ ഈ ഗുഡ്സുമായി ബന്ധപ്പെട്ട് കാരേജ് ആൻഡ് വാഗൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗുഡ്സിൻ്റെ മെയിൻ്റനൻസ് അത് പക്ക മെക്കാനിക്കൽ പോസ്റ്റുകളാണ്. ഈ ഡിസൈൻ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെ ഇതെല്ലാം എന്താ പറയുക മെക്കാനിക്കൽ പോസ്റ്റുകളാണ്. പക്ഷേ അതിലെല്ലാം ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇലക്ട്രിക്കൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടുള്ളത് ഫസ്റ്റ് പറഞ്ഞ മെയിൻ പോസ്റ്റുകളാണ് വരുന്നത്. ഇലക്ട്രിക്കൽ പക്ക കോറായിട്ട് വരുന്നത് ഈ പോസ്റ്റുകൾ. ഒന്ന് ജനറൽ സർവീസ്, അതുപോലെ തന്നെ EMU, TR, ഇതാണ് ഓപ്പൺ ലൈനായിട്ട് വരുന്നത്. മെയിൻ ഇലക്ട്രിക്കൽ പക്ക ഇലക്ട്രിക്കൽ വരുന്നത്. പിന്നെ വരുന്നത് ഓഫീസ് വർക്കിലേക്ക് പോകുമ്പോൾ ഈ ഡിസൈൻ വരും. ഓഫീസിൽ കുത്തിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആണ്, ശനി ഞായർ ലീവ് കിട്ടും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓഫീസ് സെലക്ട് ചെയ്യാം. ഫീൽഡിലാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഫീൽഡ് സെലക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മെക്കാനിക്കൽ പോസ്റ്റുകൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാം മെക്കാനിക്കൽ പോസ്റ്റ് തന്നെ ആ ഡിസൈൻ ഡ്രോയിങ്ങിൽ വരുന്ന പോസ്റ്റുകളാണ്. പ്രൊഡക്ഷൻ യൂണിറ്റിൽ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എല്ലാം അതിൻ്റെ ഒരു ഷെഡിലാണ്. ആ ഷെഡ് തന്നെയാണ് ഉണ്ടാകുക നമ്മൾ വർക്കുകൾ. ഓക്കെ, നമ്മൾ സൈറ്റിൽ പോകേണ്ടി വരില്ല, നമ്മൾ ഓരോ സ്റ്റേഷനിൽ നമുക്ക് പോകേണ്ടി വരില്ല. ആ ലൊക്കേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ ജൂനിയർ ഡീസൽ, ഇതെല്ലാം ഷെഡിൽ എഞ്ചിനീയർ, ഷെഡിലെ മെയിൻ്റനൻസ് വർക്ക്, ഷെഡിലെ കാര്യങ്ങൾ നോക്കുക, ഷെഡിലെ മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു നമ്മൾ ട്രെയിൻ ആകുമ്പോൾ അതിനുള്ളിൽ ഒരു ട്രെയിൻ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടാകുക, ഡീസൽ എഞ്ചിൻ ഉണ്ടാകുന്ന സമയം അതിൽ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ നോക്കി നടത്തുക, അതിൻ്റെ സൂപ്പർവൈസിങ് വരും. ആ ഷെഡ് നമ്മൾ ഷെഡിലൂടെ ഷെഡിൽ മാത്രം ഉണ്ടാവും. ട്രാൻസ്ഫറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയേ ചെയ്യരുത്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യുന്ന പറ്റുന്ന നമുക്കും പറ്റുന്ന S&T എന്ന് പറയുന്നത്. ഈ S&T തന്നെ ഡിസൈൻ ഡ്രോയിങ്, ഇതും അവർ ഹെഡ് ഓഫീസിൽ വരുന്നത്. അത് ചെന്നൈ, പാലക്കാട് അവിടെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവിടെ ഓരോ ഡ്രോയിങ് ചെക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മൾ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ഡ്രോയിങ്ങും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വരുന്ന വർക്കുകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കോർഡിനേഷൻ ആണ്. ഇപ്പോൾ ഫീൽഡ് സ്റ്റാഫ് ഉണ്ടാവും, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഹെഡ് ഓഫീസിലുള്ള വർക്കുകൾ ഉണ്ടാകുക, ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാകും. പിന്നെ വരുന്നത് S&T ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതിൻ്റെ റെയിൽവേൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്, അവിടെ എഞ്ചിനീയർ, അതിൻ്റെ മെറ്റീരിയൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, അത് വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവും, നമുക്ക് സൈറ്റ് വരില്ല. പിന്നെ വരുന്നതാണ് S&T, ഇതും ഡ്രോയിങ് ആണ്. S&T ടെലികമ്മ്യൂണിക്കേഷൻ, ഇത് ഫീൽഡ് വർക്കാണ്. ഇത് ഓപ്പൺ ലൈനാണ് വരിക. ഈ ഓപ്പൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്റ്റേഷൻ, ഒരു 10 സ്റ്റേഷനിലേക്ക് ഒരു SSC, ഒരു JE വരും. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മൾ ബുക്കിംഗ് കൗണ്ടറിൽ വരുന്ന നെറ്റ് കണക്ഷന്, ഓക്കെ, അതുപോലെ തന്നെ റെയിൽവേ ഫോണുകൾ, ഇതെല്ലാം മെയിൻ്റനൻസ് നടത്തുന്നതാണ് S&T ടെലികമ്മ്യൂണിക്കേഷൻ. ഈ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീ ആണ്. വെച്ചാൽ സിഗ്നലിലേക്കും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വരുന്നതാണ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വിങ്. ഓക്കെ, വെച്ചാൽ നമുക്ക് അതിൽ അത്ര റിസ്ക് ഉണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് തലവേദന ഇല്ലാത്തൊരു പോസ്റ്റാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ. സിഗ്നൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തലവേദന കുറഞ്ഞ. പക്ഷേ നമ്മൾ മെയിനായിട്ട് വരുന്നത് എന്താണ്, റെയിൽവേ ഫോണുകളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് സിസ്റ്റം, അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിന് പ്രശ്നം ഉണ്ടാകരുത്. അതുപോലെ തന്നെ സ്റ്റേഷനിൽ നമ്മൾ നെറ്റിൽ ടിക്കറ്റ് അടിക്കുന്നിടത്തുള്ള നെറ്റ് സിസ്റ്റം, അതൊക്കെ ഫൈബർ സിസ്റ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ മെയിൻ്റനൻസ് നടത്തണം. ഓക്കെ, മെയിൻ്റനൻസ് ചെയ്യുന്ന സ്റ്റേഷനിൽ കാണുന്ന ഡിസ്പ്ലേകളിൽ ഒരുപാട് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ഡിസ്പ്ലേകൾ, TV-കൾ, അതുപോലെ തന്നെ ബോഗി നമ്പർ കാണിക്കുന്ന ആ ഒരു സിസ്റ്റം എല്ലാം വരുന്നതായിരിക്കും ഈ ടെലികമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ വരിക. അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അത് റെക്ടിഫൈ ചെയ്യുക. നമ്മൾ സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാഫ് വെച്ചിട്ട് നമ്മൾ സീനിയർ ടെക്നീഷ്യന്മാർ, ഹെൽപ്പറൊക്കെ ഉണ്ടാവും. നമ്മളെ കീഴിൽ നമുക്ക് ഏരിയ അനുസരിച്ച് 10-20 സ്റ്റാഫുകളുണ്ടാവും. ആ സ്റ്റാഫുകൾ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരുണ്ടാവും, അത് രാത്രി വരെ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരുണ്ടാവും, അത് ജനറൽ ഡ്യൂട്ടിക്കാരുണ്ടാവും. അവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷനും ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന 2 പോസ്റ്റുകൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, TRD എന്ന് പറഞ്ഞ. രണ്ടാമത്തെ പോസ്റ്റാണ് സിഗ്നൽ എന്ന്. അതിനാൽ നിങ്ങൾ ഒരു സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ ആ സിഗ്നൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ട്രെയിൻ പോവില്ല. പിന്നെ ആ ലൈനിൽ വരുന്ന എല്ലാ ട്രെയിനും എന്തെങ്കിലും സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ വളരെ സെൻസിറ്റീവ്, നമ്മൾ ഇത്ര സമയം 10 മിനിറ്റ്, എത്ര സമയത്തിനുള്ളിൽ 10 മിനിറ്റ് 20 മിനിറ്റ് സ്പോട്ടിലെത്തി ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് തക്കതായ റിപ്ലൈ കൊടുക്കേണ്ടി വരും.
24 ഡ്യൂട്ടിയാണ് വരുന്നത്. വെച്ചാൽ നോർമലി ഈ സിഗ്നലും TRD ഒക്കെ പറയുകയാണെങ്കിൽ സാധാരണ 8 to 5 ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ അയച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ സ്പോട്ടിലെത്തിയിട്ട് അതിൻ്റെ ഫെയിലിയർ നമ്മൾ എന്തെങ്കിലും കണ്ടെത്തണം. നമ്മളോ അല്ലെ നമ്മളെ ജൂനിയർ JE ആണെങ്കിൽ അല്ലെ SSC ഒരാൾ പോകണം, സൂപ്പർവൈസർ സൈറ്റിലെത്തണം. ഓക്കെ, സിഗ്നൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്യൂട്ടി വളരെ ജനറൽ എപ്പോഴും ഓഫീസർമാരൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്, കുറച്ച് ഡ്യൂട്ടി ഭാരം കൂടുതലുള്ളതാണ്. നമ്മൾ ഓപ്പൺലൈനിൽ സിഗ്നൽ സെലക്ട് ചെയ്യുന്നേരം ഒരുപാട് ആൾ ജോലി കിട്ടിയിട്ട് റിസൈൻ ചെയ്യുന്ന ഫീൽഡാണ് എന്ത് സിഗ്നൽ. കാരണം നമുക്ക് അത്രത്തോളം തലവേദന ഉണ്ടാകുന്ന ഒരു പോസ്റ്റാണ് സിഗ്നൽ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക്കൽ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമുള്ളതാണ് എന്ത് പറയുന്നത്. അതുപോലെ തന്നെ S&T വർക്ക്ഷോപ്പ് തന്നെ പറഞ്ഞല്ലോ, ഇത് S&T സിഗ്നൽ ടെലികോമിൻസിന് അതിൻ്റെ സിഗ്നൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വർക്ക്ഷോപ്പിലുള്ള എഞ്ചിനീയറാണ് വരിക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ വരുന്നത് DMS ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് വരുന്നത്. ഈ പോസ്റ്റിൽ നമ്മൾ ഒരു പ്രശ്നവുമില്ല. നമ്മൾ വെച്ചാൽ ഒരു മെറ്റീരിയലിൻ്റെ മാനേജ്മെൻറ്റ് വെച്ചാൽ ഒരു സ്റ്റോറിൽ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നോക്കുക, നടത്തുക, ആ കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ടെക്നിക്കൽ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന പോസ്റ്റുകൾക്കാണ് കൂടുതൽ നമുക്ക് ഡ്യൂട്ടി സമയത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ എടുക്കേണ്ടി വരിക. അതിലൊന്നാണ് സിഗ്നൽ വരുന്നത്, അതുപോലെ തന്നെയാണ് TRD വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ TRS എന്ന് പറഞ്ഞ സംഭവം. ഈ TRS എന്ന് പറഞ്ഞാൽ ലോക്കോ ഷെഡ്. ഈ ഓപ്പൺ ലൈനിലല്ല, ഈ TRS എന്ന് പറഞ്ഞാൽ ഷെഡിലെ വർക്ക്. ഷെഡ് എന്ന് പറഞ്ഞാൽ ഷെഡ് തന്നെ നമ്മൾ കാലാകാലം വർക്ക് ഉണ്ടാകുക. ഷെഡ് ടു ഷെഡ് മാത്രമേ ട്രാൻസ്ഫർ കിട്ടും നോർമലി. ഓക്കെ, പിന്നെ നമ്മൾ ജനറൽ സർവീസിൽ നമ്മൾ എല്ലാവരും പറയുന്നത് കുറച്ചുകൂടിയും ഷുവറുള്ളത് ജനറൽ സർവീസിൽ കിട്ടുകയാണ്. ജനറൽ സർവീസിൽ തന്നെ പവറിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. റെയിൽവേൻ്റെ എല്ലാ ജോലിക്കും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പാസഞ്ചേഴ്സുമായിട്ട് ട്രെയിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പോസ്റ്റുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന പോസ്റ്റുകൾ നമുക്ക് നല്ല റെസ്പോൺസിബിലിറ്റി, നല്ല ജോലിയുണ്ട്. കാരണം അതിനനുസരിച്ചുള്ള അലവൻസും റെയിൽവേ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയും അതിന് അലവൻസും ബെനിഫിറ്റ്സും ഉണ്ട്. അതേപോലെ തന്നെ നല്ല അധ്വാനം, നമ്മൾ അതിൻ്റെതായ ടെൻഷനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ആകാൻ പ്രശ്നമില്ല. ഇപ്പോൾ ട്രിവാൻഡ്രം ചെന്നൈ ആണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ ഡിസൈൻ ഡ്രോയിങ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ഇരുന്നുള്ള വർക്കാണ് ഇഷ്ടം, ആ ഡ്രോയിങ് ആയിട്ട് സാറ്റർഡേ സൺഡേ ലീവ് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ഡ്രോയിങ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഒരു ഫീൽഡ് പോയി നമ്മൾ ജനറൽ സർവീസ് ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഓഫീസിൽ പോയിട്ട് നമുക്ക് അതർ സ്റ്റേഷനിൽ പോയി വിസിറ്റ് ചെയ്യാം. നമ്മൾ കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. ഒരു ഓഫീസിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് പോയി ഇങ്ങനെ അതർ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാം. നമുക്ക് ഒരു 10-20 സ്റ്റേഷൻ ഉണ്ടാകും. കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ കുറച്ച് ഫ്രീ ആയി നിൽക്കും. അങ്ങനെ ജനറൽ സർവീസിൽ പവർ കിട്ടുകയാണെങ്കിൽ നല്ല സുഖമാണ്. ട്രെയിൻ ലൈറ്റിനിങ്ങും AC ആണെങ്കിലും ഇത് കുഴപ്പമില്ല. നമ്മൾ ആ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, അതും നമ്മൾ ഫീൽഡ് വെച്ചാൽ ട്രെയിനിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യണം. ചില ഡ്രോയിങ് പോലെ സീറ്റിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ വരുന്നതാണ് ഈ TRS, ഈ TRD എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീൽഡ് വർക്കാണ്, പക്കാ ഇലക്ട്രിക്കലാണ്. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി വരും. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിൻ്റെ കാര്യം വരും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടി എല്ലാം വരുന്നുണ്ട്. ഇതിലും വരും, നൈറ്റ് ഡ്യൂട്ടി എല്ലാം വരും. ഓക്കെ, ഈ മെയിനായിട്ട് ഈ ജനറൽ പവറിൽ മാത്രമാണ് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അധികം വരാത്തുള്ളത്. ഓക്കെ, പിന്നെ ഡിസൈൻ ഡ്രോയിങ് ആകുമ്പോൾ നമ്മൾ ഓഫീസ് പോസ്റ്റ് വീണ്ടും നൈറ്റ് ഡ്യൂട്ടി ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡർ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി ഓഫ് നാച്ചറാണ് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ഏതൊക്കെ പോസ്റ്റിൽ എന്തൊക്കെയാണ് നാച്ചർ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ ജനറൽ സർവീസിലെ പവർ വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പവർ വിങ് വെച്ചാൽ നമുക്കൊരു 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ 5 വർഷം 6 വർഷം ആകുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ SSC ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെന്നൈ ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാലക്കാട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ TRD ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു 3 ഇയർ ആകുമ്പോൾ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും. ഓക്കെ, ജനറൽ TRDയിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന്, TRS ലോക്കോ ഷെഡ് ആകുമ്പോൾ പെട്ടെന്ന് പ്രൊമോഷൻ. JET SSC കുറച്ചുകൂടി ഒരു 3 വർഷം 4 വർഷത്തിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വേക്കൻസി നോക്കരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പ്രയോറിറ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.